വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിൻഡർ ജോയ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കിൻഡർ ജോയ് അൺബോക്സ് ചെയ്താലോ? ആദ്യം തന്നെ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കണം ഗൈസ്. അറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഞാനിത് പൊട്ടിച്ച് പോവാണ് ഗൈസ്. ഓ ഗൈസ് ദാ പൊട്ടിച്ചിരിക്കുന്നു. ആദ്യം ടോയ് ഭാഗം പൊട്ടിക്കണോ അല്ലോ ചോക്ലേറ്റ്? ടോയ് ചോക്ലേറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ പൊട്ടിക്കും ഗൈസ്. ആദ്യം നമുക്ക് ചോക്ലേറ്റ് പൊട്ടിക്കാം ഗൈസ്. ചോക്ലേറ്റ് പൊട്ടിക്കാൻ അത്രയ്ക്കൊന്നും ഇല്ല, തിന്നാനേ ഉള്ളൂ ഗൈസ്. പക്ഷേ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗൈസ് കവർ തന്നെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ടോയിന്ന് സ്പൂൺ പൊട്ടിക്കണം ഗൈസ്. ഇനി നമുക്ക് എടുത്ത് തിന്നാൻ പോവാണ് കേട്ടോ ഗൈസ്. കൊള്ളാം ഗൈസ്, സൂപ്പറാണ്. ഇനി നമുക്ക് ടോയ് പൊട്ടിക്കാം. ടോയ് പൊട്ടിച്ചിരിക്കുന്നു ഗൈസ്. കുറേ സാധനങ്ങളുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാ? ഇങ്ങനെ അല്ല. ഓ ഗൈസ് ഇതിങ്ങനെ വെക്കണം എന്ന് തോന്നുന്നു. ഗൈസ് വാട്ട് ഈസ് ദിസ്? എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ വല്ലതും വെക്കാനുള്ളതാണ് ചിലപ്പോ ഗൈസ്. ഈ ഭാഗത്തായിരിക്കും. എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. സത്യമായിട്ട് ഞാനിത് എങ്ങനെയാണെന്ന് അറിയും. ഗൈസ് ഇത് കിട്ടുന്നുമില്ല, എങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗൈസ്. കുഴപ്പമില്ല, നമുക്കിവിടെ പേപ്പർ ഉണ്ട് ഗൈസ്. പേപ്പർ നോക്കാം. പേപ്പർ എടുത്ത് നോക്കാം ഗൈസ്. ഓ ഗൈസ് ഇതുപോലത്തെ കിൻഡർ ജോയ് വാങ്ങിയ ഇത് കണ്ടോ ഗൈസ്. ഇങ്ങനത്തെ കുറേ സെറ്റ് കിട്ടും കേട്ടോ. അതാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. അതെ ഗൈസ്, ഞാൻ ഫിറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇവരും കാണിച്ചേക്കുന്നത്. ഇറിറ്റേറ്റ് ചെയ്യണം. എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണെന്ന് തോന്നും. ഓക്കെ ഗൈസ്, അല്ല ഇങ്ങനെയാണ് ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, എങ്ങനെ എവിടുന്ന് വരുന്നു നമുക്ക് പോലും അറിയത്തില്ല. അത് ഫിറ്റ് ചെയ്യാനാണ് ഗൈസ് സത്യം പറഞ്ഞാൽ പാടെന്ന് തോന്നുന്നു. ഇതാ ഗൈസ് ഞാൻ കുറേ ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്തിരിക്കും ഗൈസ്. എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വല്ലതും ഫിറ്റ് ചെയ്യാനായിരിക്കും ഗൈസ് തോന്നുന്നു. ഞാൻ ഇങ്ങനെ തോന്നുന്നു. എനിക്ക് ഫിറ്റ് ചെയ്യാനേ ഇത് പറ്റുന്നില്ല. എന്താണ് ഗൈസ് ഇവരെങ്ങനെയാ പറഞ്ഞേക്കുന്നേ? ഇവര് പറഞ്ഞേക്കുന്നത് എങ്ങനെയാന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. നമ്മളിതെങ്ങനെ ഫിറ്റ് ചെയ്യും എന്നാണ് എനിക്കിത് ഏത് ഭാഗം കിട്ടുന്ന പോലും അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. പക്ഷെ ഇതിൻ്റെ ഏത് ഭാഗം മുമ്പിൽ? ഓ ഗൈസ് ഇങ്ങനെയായിരുന്നു വരണ്ട. ഓക്കെ ഇനി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പിടികിട്ടി. ഓക്കെ ഗൈസ് ഇങ്ങനെയായിരുന്നു. ഓഫ് ഇങ്ങനെ
ഇങ്ങനെ കയറ്റി വെക്കണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് വെക്കാനാണ് ഗൈസ്. ഇനി ഇത് വെക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. ഓ ഗൈസ് ഇതിൽ കേറത്തില്ല. ഇതെങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഇതെങ്ങനെ കയറ്റുന്നതെന്ന് നമുക്ക് പോലും അറിയാത്തൊരു ഇങ്ങനെയായിരിക്കും ഗൈസ് കയറ്റുന്നത്. ഇതും കൂടെ ഇതാക്കിയാൽ ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് പോട്ടോ. അങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓ കേറ്റാനും ഭയങ്കര പാടാണ്. ഓക്കെ ഗൈസ് ഞാൻ കേറ്റിയിരിക്കുന്നു കേട്ടോ. അതാ കേറ്റിയിരിക്കുന്നത് ഉണ്ടോ. ഇനി അടുത്തത് എങ്ങനെ കേറ്റാനാണെന്നാണ് എനിക്ക് പാട്. നമ്മളിത് ഇങ്ങനെ കേറ്റി കണ്ടോ ഗൈസ്. ഇങ്ങനെ കണ്ടോ ഗൈസ് ഇങ്ങനെ ഏറ്റവും. ഇനി ഇതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഓക്കെ ഗൈസ് ഇതിങ്ങനെയാണ്. ഇതിങ്ങനെ വെക്കുന്നതാണ് ഗൈസ്. ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കാവുന്നതാണ് ഗൈസ്. യെസ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നമുക്കിത് നോക്കാം ഗൈസ്. പക്ഷേ ഗൈസ് ഇതിൽ കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്നല്ലേ. പക്ഷെ ഞാൻ ഈ സ്റ്റിക്കർ ചുമ്മാ സൂക്ഷിച്ച് വെക്കും ഗൈസ്. അപ്പം നമ്മുടെ ടോയ് ഇതാണ്. പക്ഷേ ഗൈസ് വെറും 50 രൂപ കൊടുക്കാന്നേ ഉള്ളൂ. നിങ്ങളിത് ചിലവാക്കിയത് ആർക്കും മേടിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയ ടോയ് ഉണ്ടെന്നേ ഉള്ളൂ. 50 രൂപ ചിലവാക്കുക അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പാരൻസിൻ്റെ ഇതൊന്നും കളയേണ്ട ഒരാവശ്യമില്ല. അപ്പം നമുക്ക് ഇത് മേടിക്കാം. അപ്പോൾ ബൈ.